ഹായ് എവരിവൺ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇത് എപ്പോഴാണ്, ഏത് കമ്പനികളാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കമ്പനീസും നിർബന്ധമായിട്ടും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരച്ചിരിക്കണം. നമുക്കറിയാം, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പം, പ്രത്യേകിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കം എത്രയാണോ വാല്യൂസ് ഉള്ളത് അതിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഓൾ ദി റിസർവ്സ് ആൻഡ് സർപ്ലസ് വിച്ച് ആർ മെയിൻ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇതിൽ എന്തായാലും ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ചേഞ്ചസിന്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ഷോസ് ദ മൂവ്മെന്റ്സ് in a company's equity during a financial year. It provides a detailed reconciliation between opening and closing balance of each component of equity. The statement helps stakeholders to understand how shareholders' fund have changed during the year. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഓരോ ഇപ്പോൾ പ്രോഫിറ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് ചിലപ്പോൾ എക്വിറ്റി ഷെയറിനെ അഫക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതെങ്ങനെയാണ് വന്നിരിക്കുന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണിക്കും. ഇതിന് 3 കമ്പോണൻസ് ആണ്. നമ്പർ 1 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അവിടെ ഫ്രഷ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കാണിക്കും, ബോണസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കാണിക്കും, ബൈ ബാക്ക് ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യും. സെക്കൻഡ് വൺ ഈസ് ഇൻസ്ട്രുമെന്റ്സ് എൻറ്റയർലി ഇക്വിറ്റി നേച്ചർ. അത് കമ്പൽസറിലി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളുണ്ട്. അത് കൺവേർഷൻ നടക്കുന്ന ആ സമയമാണെങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് കാണിച്ചു, സെക്കൻഡ് പാർട്ടായിട്ട് കാണിച്ചേക്കും. ദെൻ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് അതർ ഇക്വിറ്റി. അതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലിയും റിസർവ്സ് ആൻഡ് സർപ്ലസിലുള്ള ചേഞ്ചസ് ആണ്. നോർമലി ഫസ്റ്റും തേർഡും ആണ്. സെക്കൻഡ് സാധാരണ കമ്പനികളിൽ, എല്ലാ കമ്പനികളിലും വരാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ചേഞ്ചസും ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ചേഞ്ചസും നിർബന്ധമായിട്ടും ഉണ്ടാവും. ഞാൻ നിങ്ങളെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന്റെ 2024 ആനുവൽ റിപ്പോർട്ടാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗമുണ്ട്, അതർ ഇക്വിറ്റിക്ക് ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു അക്കൗണ്ട്സ് ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ, സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യുന്നതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിംഗ് ബാലൻസ്, പിന്നെ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനുശേഷം റീസ്റ്റേറ്റ് ചെയ്യുന്നു, പിന്നെ അഡീഷണൽ ഇഷ്യൂയോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ റിസർവുകൾ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ടെങ്കിൽ അതെ, സെക്യൂരിറ്റീസ് പ്രീമിയം, റിട്ടേൺ ഏർണിങ്സ് ആണ് നമ്മൾ പറയുന്ന ആ വർഷത്തെ പ്രോഫിറ്റുകൾ കൺസിഡർ ചെയ്തിട്ട് മാറ്റി വെക്കപ്പെടുന്നതായിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു ഹെഡുകൾ കാണിച്ചുകൊണ്ട് നമ്മൾ ഒരു കമ്പനിയുടെ ഇക്വിറ്റിയുടെ ചേഞ്ചസിനെ കൃത്യമായിട്ട് വിവരിച്ച് കാണിക്കുന്നത് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കൊണ്ട് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ആ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഓഫ് എബിസ് ലിമിറ്റഡ്. നോക്കുക, ഇത് പ്രീവിയസ് ഇയർ കോളമാണ്, ഇത് കറണ്ട് ഇയർ. നിങ്ങൾക്ക് ഓരോന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ചേഞ്ചസ് എന്തുമാത്രം വന്നിട്ടുണ്ടെന്ന്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5,04,000 1.25 ലക്ഷം രൂപയുടെ വർധനവുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു വെച്ചേക്കുക. പ്രിഫറൻസ് ഷെയർസ് കൺവേർഷൻ ഒന്നും നടന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആവശ്യമില്ല, നമ്മുടെ ക്വസ്റ്റിനുമായിട്ട് യാതൊരു വിധത്തിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, റിവാല്യൂഷൻ റിസർവ്, റിട്ടേൺ ഏർണിങ്സ്, ഇതെല്ലാം തന്നെ അതർ ഇക്വിറ്റിക്കകത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഓപ്പണിംഗ് ബാലൻസുകൾ നോക്കാം. ക്യാപിറ്റൽ റിസർവിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും സെയിം ആണ്. സെക്യൂരിറ്റീസ് പ്രീമിയം 50,000 നിന്ന് 60,000 ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1.25 ലക്ഷം രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്കും അതിൽ ഫ്രഷ് ഇഷ്യൂ എത്ര നടത്തിയിട്ടുണ്ടോ അതിന്റെ എത്ര ശതമാനം സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു 10,000 രൂപ വന്നിരിക്കുന്നത്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 25,000 ആണ് കാണിച്ചിരിക്കുന്നത്. കറണ്ട് ഇയറിൽ വന്നപ്പോൾ അത് 0 ആണ്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ, അതായത് ബോണസ് ഇഷ്യൂവിൻ്റെയും റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ വീഡിയോസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, CRR ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. അപ്പോൾ 25,000 രൂപയുടെ ബോണസ് ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സ്പഷ്ടമാണ്. അങ്ങനെയാണ് 1.25 ലക്ഷം രൂപയുടെ വർധനവിൽ 25,000 രൂപ എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ ആണ്. ദ ബാലൻസ് 1 lakh വിൽ ബി ട്രീറ്റഡ് ആസ് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. റീവാല്യൂഷൻ റിസർവ് അത് 20,000 റൈറ്റ് ഓഫ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ റിട്ടേൺ ഏർണിങ്സ്
3,65,000 നിന്ന് 7,50,000 വന്നിട്ട് 15,000 വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഈ 3,65,000 7,50,000 നമ്മൾ ആ ഡിഫറൻസ് എടുത്താൽ മതിയായിരുന്നു ഈ വർഷത്തെ ഇൻകം എത്രയാന്നുള്ളത്. പക്ഷെ ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഒരു ഇന്ററിം ഡിവിഡൻഡ് 30% 5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 5 ലക്ഷത്തിന്റെ 30% എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. അത് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഒരു അപ്രോപ്രിയേഷൻ ഐറ്റം വന്നിട്ടുണ്ട്. അപ്പം അപ്രോപ്രിയേഷന് ശേഷമാണ് ഈ 7.25 ലക്ഷം രൂപ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്രോപ്രിയേഷൻ ഐറ്റം എമൗണ്ട് എത്രയാണോ അത് ആഡ് ബാക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ എക്സാക്റ്റ് ആയിട്ട് ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു വെക്കാം. നോക്കുക, റീറ്റെയിൻഡ് ഏർണിംഗ്സ് 7,15,000. We need to add interim dividend 1,50,000 so that we will get a profit before appropriation. 8,60,000. ആ 8,60,000 ഉള്ളപ്പോഴായിരുന്നു 1.5 ലക്ഷം രൂപ ഡിവിഡൻഡ് കൊടുത്ത് ക്ലോസിംഗ് ബാലൻസ് ഇത്ര കിട്ടിയിരുന്നത്. ഇനി റിട്ടേൺ ഏർണിംഗ്സ് നമുക്ക് ഓപ്പണിംഗ് ഡേയിൽ 3,60,000 ഉണ്ട്. അങ്ങനെയാണ് ആ വർഷം ഏൺ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്രോപ്രിയേഷൻ ആ ഒരു ഐറ്റം വന്നുകൊണ്ടാണ്. അപ്രോപ്രിയേഷൻ ഇല്ലായിരുന്നെങ്കിൽ 7 lakh മൈനസ് 3,65,000 നമുക്ക് ഡയറക്റ്റ് ചെയ്യാമായിരുന്നു. അപ്രോപ്രിയേഷൻ വരുമ്പോൾ അതിൻ്റെ അർത്ഥം അതും കൂടെ കഴിഞ്ഞിട്ടാണ് പ്രോഫിറ്റ് എത്തിയിരിക്കുന്നത്. അതാണ്, അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള പ്രോഫിറ്റ് പൊസിഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഇനി ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഓപ്പണിംഗ് വാല്യൂസ് എല്ലാം തന്നെ ഞാനിവിടെ എഴുതി പോവാണ്. ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. ഇതിന്റെ എല്ലാ ഓപ്പണിങ്സ് ക്യാപിറ്റൽ റിസർവിന്റെയും സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെയും ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന്റെയും റിവാല്യൂഷൻ റിസർവിന്റെയും അതുപോലെ റീറ്റേൺ ഏർണിംഗ്സിന് ടോട്ടൽ വന്നിരിക്കുന്നത് 4,70,000 ആണ്. ഇനി ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡ്യൂ ടു പ്രയർ പീരിയഡ് എറേഴ്സ് അങ്ങനെ ഒന്നും നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടില്ല, ഇവിടെ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റീസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നതും സെയിം എമൗണ്ട് തന്നെയാണ്. ഇവിടെയും സെയിം എമൗണ്ട് തന്നെയാണ് റീസ്റ്റേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഇനി ഓരോ കാര്യം നമുക്കൊന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്ന പോലെ നെറ്റ് ഇൻകം ഫോർ ദ പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 5 lakh. റീറ്റേൺ ഏർണിംഗ്സിൽ അത് നമ്മൾ ആഡ് ചെയ്യുക, 5 lakh നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ നോക്കൂ, ആ വർഷത്തെ പ്രോഫിറ്റ് 3,65,000 5 ലക്ഷം കൂട്ടിയപ്പം 8,65,000 രൂപ വന്നു. കണ്ടോ, ഇങ്ങനെയാണ് പറയുന്നത്. ദെൻ റീവാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 20,000 രൂപയുടെ റിഡക്ഷന്റെ കാര്യം പറയുന്നുണ്ട്. നമുക്കതിവിടെ 20,000 മൈനസ് ചെയ്തേക്കാം. ക്ലിയർ? ദെൻ ഇന്ററിം ഡിവിഡൻഡ് റിട്ടേൺ ഏർണിംഗ്സിലാണ് നമുക്കത് മൈനസ് ചെയ്യേണ്ടത്. 1,50,000. നോക്കിയത് വളരെ സിമ്പിൾ ആണ്. ഓരോ ഈ ഹെഡിങ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെയും കൂടെ നോക്കി നമ്മൾ ചെയ്തു പോകുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെ. നോക്കിയാൽ 7,15,000 വന്നിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് റിട്ടേൺ ഏർണിംഗ്സ്. ഇതാണ് റീകൺസിലേഷൻ എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3,60,60,000 ഉണ്ടായിരുന്നു, 5 ലക്ഷം രൂപ വർഷത്തെ പ്രോഫിറ്റ് വന്നു, 1.5 ലക്ഷം രൂപയുടെ ഇന്ററിം ഡിവിഡൻഡ് കൊടുത്തു, അതിനുശേഷം റിട്ടേൺ ഏർണിംഗ്സിന് ക്ലോസിംഗ് ബാലൻസ് 7,15,000 വന്നു. ഇനി CRR 25,000 ഉണ്ടായിരുന്നു. അപ്പൊ ഈ CRR എന്ന് പറയുന്നത് നമുക്ക് ബോണസ് ഇഷ്യൂവിന് വേണ്ടി പോയിരിക്കുന്നതാണ്. 25,000 സീറോ ആയി. അപ്പൊ ഇവിടെ നമ്മൾ 25,000 ആഡ് ചെയ്ത് കൊടുത്തേക്കുക. ഇത് ഇവിടെ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. ഇവിടെ ഞാനത് വരച്ചിട്ടുണ്ട്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ചെയ്തു പോകാം. തൽക്കാലം നമുക്ക് ഈ നമുക്ക് ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് നോക്കുമ്പോൾ പോലും കിട്ടുന്ന ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം. ദെൻ അടുത്ത സെക്യൂരിറ്റീസ് പ്രീമിയം. സെക്യൂരിറ്റീസ് പ്രീമിയം അഡീഷണൽ ഒരു 10,000 വന്നിട്ടുണ്ട്. അത് ന്യൂ ഇഷ്യൂവിന്റെ ബേസ് ചെയ്ത് വരുന്നതാണ്. 60,000. അപ്പൊ തന്നെ നമുക്ക് ന്യൂ ഇഷ്യൂ എത്ര വന്നിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 6,25,000 മൈനസ് 25,000 minus opening value 5 lakh. So you will get additional issue of rupees 1 lakh. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6,25,000 വന്നു. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ ഇക്വിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ 6,25,000 ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ ടോട്ടൽ അതർ ഇക്വിറ്റി എത്രയാണോ വന്നിരിക്കുന്നത് ആ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മളുടെ ടോട്ടൽ ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ടോട്ടൽ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കൊണ്ട് പറയുന്നത്.
എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെങ്കിൽ ക്ലോസിംഗ് ബാലൻസ്, ക്യാപിറ്റൽ റിസർവിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 10,000 ആയിരുന്നു. സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത് 60,000 ആണ്. CRRും റീവാലുവേഷൻ റിസർവ് 0 ആണ്. പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 7,15,000 ആണ്. ഈ സെയിം കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും പറയാം. 5 lakh ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓറാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പ്രിപ്പയർ ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു തരുവാണ്. ദെൻ 10,000 സെക്യൂരിറ്റീസ് പ്രീമിയം 50,000 ക്യാപിറ്റൽ റിഡംഷൻ എന്ന് പറയുന്നത് 25,000 റീവാലുവേഷൻ റിസർവ് 20,000 retained earnings 3,65,000 ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇക്വിറ്റിയുടെ ഒരു കോളം കൂടെ നമ്മൾ ആഡ് ചെയ്തു എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. റീസ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3,65,000 റീറ്റെയിൻഡ് ഏർണിങ്സ് വന്നിട്ടില്ലായിരുന്നു. നമുക്ക് ഇവിടെ പ്രയർ പീരീഡിൽ ഒരു ചേഞ്ചസും ഇല്ലായിരുന്നു. ദെൻ നെറ്റ് ഇൻകം വന്നിരിക്കുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സിലാണ്. 5 ലക്ഷം രൂപയാണ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ദെൻ റീവാലുവേഷന്റെ എമൗണ്ട് 20,000 മൈനസ് then interim dividend 1,50,000 minus from retained earnings. Then bonus issue വന്നിരിക്കുന്നത് CRR. ഇവിടെ വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. 25,000 സെയിം 25,000 ഇവിടെ പ്ലസ് വാല്യൂ ആയിട്ട് ഷെയർ ക്യാപിറ്റൽ വരും. അപ്പോൾ ഇവിടെ 0 ഇഫക്റ്റ് ആണ്. ഇത് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് 0 ഇഫക്റ്റ് ആയിട്ട് അങ്ങ് മാറുകയാണ് കേട്ടോ. ദെൻ ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ 6,25,000 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ 6,25,000 നമുക്ക് ടോട്ടൽ ഇക്വിറ്റി അറിയാം. സോറി, ഇവിടെ അല്ലായിരുന്നു. 25,000 ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലാണ്. ഐ എം സോറി, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ 25,000 കോളം മാറിപ്പോയതാണ്. ഓക്കെ, 0 ആയി. അപ്പോൾ ഇത് ഇപ്പം നമുക്കിവിടെ 10,000 ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ഇനി പ്രീമിയം എമൗണ്ട് വന്നിരിക്കുന്നത് ന്യൂ ഇഷ്യൂ നടത്തിയപ്പോഴത്തേക്കുള്ള പ്രീമിയം എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. 10,000. നമുക്കിവിടെ ഒരു കോളം കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് എന്ന് പറഞ്ഞ് ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ്, അത് ടോട്ടൽ നമുക്കറിയാം 6,25,000 ആണ്. So 6,25,000 minus 25,000 minus 5 lakh will give you the value of minus 25,000 minus 5 lakh will give you the value of 1 lakh. So closing value at equity capital 6,25,000, capital reserve 10,000, securities premium 60,000, capital redemption revaluation amount 0 ആണ്. ടോട്ടൽ വന്നിരിക്കുന്ന റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 7,15,000 ആണ്. ആൻഡ് ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നത് 14,10,000 തന്നെ കിട്ടി. നോക്കിയേ, ഇവിടെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഇതിന്റെ ഈ ടോട്ടലും കൂടെ
ക്ലബ് ചെയ്തപ്പോഴാണ് 1410 വന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് കൺവീനിയൻറ്റ് തോന്നുന്നത് നമുക്ക് ചെയ്യാം. ഹെഡിങ് അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കിക്കോണം. ടോട്ടൽ ഇക്വിറ്റി എന്നുള്ളൊരു പേരിൽ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. 2 കോളമായിട്ട് 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതർ ഇക്വിറ്റി. ഞാൻ വീണ്ടും അഡ്വൈസ് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെയാണ്. ഓക്കെ, അപ്പം എല്ലാവരും അത് ഒന്ന് നോക്കിയേക്കുക. വളരെ ഈസിയാണ്. ഈ ഫോർമാറ്റ് ഒന്ന് ഏകദേശം ഒന്ന് കാണാൻ പഠിക്കണം. ഫോർമാറ്റ് കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2-3 ലൈനെല്ലാം കാണാൻ പഠിക്കണം. അത് കഴിഞ്ഞ് ഈ റിസർവുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഐറ്റംസ് ഇവിടെ എഴുതി കാണിച്ചു പോവുക. ഇവിടെ പ്രത്യേകിച്ച് കൂടുതലൊന്നും വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ബോണസ് ഇഷ്യൂ, അല്ലെ ന്യൂ ഇഷ്യൂ, അല്ലെ ബൈ ബാക്ക് ഷെയർ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമേ അതൊക്കെ വരാറുള്ളൂ. സോറി, ഇവിടെ വരുന്നത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ സ്റ്റേറ്റ്മെന്റിൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ന്യൂ ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, ഒരു ലോജിക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുക. എവിടെ കുറയുന്നു, എവിടെ കൂടുന്നു, ടോട്ടൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ടോട്ടൽ ഓൾറെഡി ക്വസ്റ്റിൻ്റെ അകത്ത് ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടാവും. ആ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ കൂടിയാണ് അത് ഓപ്പണിങ്ങിൽ നിന്ന് ക്ലോസിങ്ങിൽ എത്തിയിരിക്കുന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു വിവരണമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിക്കകത്ത് വരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.